ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുളസി കതിർ എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി രാഖി നായർ എഴുതുന്ന മനോഹരമായ റൊമാൻറ്റിക് സ്റ്റോറി നന്ദലക്ഷ്മി നമ്മുടെ ഷാഹുൽ മല്ലി സ്റ്റോറീസിൽ വൈകുന്നേരം 4 മണി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയി കേൾക്കുക. വൈകുന്നേരം 4 മണിക്ക് നിങ്ങളുടെ സ്വന്തം ഷാഹുൽ മല്ലി സ്റ്റോറീസിൽ. പ്രണയാസുരം, രചന ഭദ്രാലക്ഷ്മി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മജി, ഞാൻ വന്നിട്ട് കൊണ്ടുപോയെന്ന് രണ്ടുപേരെയും ആദം ആലീസിനോട് പറഞ്ഞു. അത് എന്നാതിനാടാ, ഇവിടെ ഡ്രൈവറില്ലേ, നീ ഇപ്പം മെനക്കെട്ട് വരണോ? വല്യമ്മച്ചി ആദത്തിനോടായി ചോദിച്ചു. ഏയ് അതൊന്നും കുഴപ്പമില്ല, എന്നെ വിളിച്ചാൽ മതി, ഞാൻ ആ സമയമാകുമ്പോഴേക്കും വരാം. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ പോകുന്നത് തന്നെ. സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അത്രയും ഗൗരവത്തോടെ പറഞ്ഞു ആദം കാറിൻ്റെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ചേടാ, എന്നാലും എൻ്റെ കർത്താവേ, ഈ ചെക്കന് ഇതെന്നാ പറ്റി? കത്രീന സ്വയം പറഞ്ഞോട് നേരെ മുറിയിലേക്ക് കയറിപ്പോയി. ഈ സമയം പാർവതിയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആദത്തിന്റെ ഈ ഭാവവ്യത്യാസത്തിൽ. കുറച്ചു ദിവസമായി അവൻ തന്നിൽ നിന്നെന്തോ മറക്കുന്ന പോലെ പാർവതിക്ക് തോന്നി. പക്ഷേ ഇച്ചായനോട് ചോദിക്കാനുള്ള ധൈര്യം പാർവതിക്ക് ഇല്ലായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൻ്റെ ഇച്ചായൻ തന്നോട് പറയുന്നുള്ളൊരു വിശ്വാസം അവൾക്കുള്ളതുകൊണ്ട് തന്നെ പാർവതി അവനോടൊന്നും ചോദിച്ചില്ല. എന്നിരുന്നാലും മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ, എന്തൊക്കെയോ നടക്കാൻ പോകുന്ന പോലെ ഹൃദയമെല്ലാം വല്ലാതെ മിടിക്കുന്നു. കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടഭഗവാനായ ശിവനെ മനസ്സിൽ പ്രാർത്ഥിച്ചു. എൻ്റെ തേവരെ, ഒന്നും വരുത്തരുതേ ആർക്കും. അപ്പോഴും പാർവതിയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഉത്കണ്ഠ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മേ, ഞാനൊന്ന് പുറത്തു പോവാ, മൃദുല അടുക്കളയിലേക്ക് കയറി വന്ന് മഹേഷിൻ്റെ അമ്മയോട് പറഞ്ഞു. എവിടേക്കാ മോളെ? അഭിനമ്മ, ഇന്ന് വൈകിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ ഉണ്ട്. കുഞ്ഞുനാൾ മുതലേ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്താണ്, അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. എന്നാ പിന്നെ നിനക്ക് മഹേഷിൻ്റെ കൂടെ പോയിക്കൂടെ? ആ ബെസ്റ്റ്. അമ്മയുടെ പൊന്നുവരെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു, എന്തൊക്കെയോ തിരക്കുകളാ, എന്നെ ഒന്നും ശ്രദ്ധിക്കുന്ന കൂടിയില്ല. മുഖം കയറ്റി വെച്ച കുഞ്ഞു കുട്ടികളെ പോലെ മൃദുല മഹേഷിൻ്റെ അമ്മയോട് പരാതി പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വരട്ടെ, മൃദുല മൃദുല എന്ന് വിളിച്ച് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അയ്യോ, സംസാരിച്ച സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ മഹേഷിനോട് പറഞ്ഞിട്ടില്ല പോകുന്ന കാര്യം. ഇപ്പം എങ്ങോട്ട് പോവുകയാണെങ്കിൽ ഏട്ടൻ്റെ വക CID ചോദ്യം കാണാം, എങ്ങോട്ടാ എവിടേക്കാന്നൊക്കെ. അതുകൊണ്ടാണ് പറയാതെ പോകുന്നത്. വേഗം വരാട്ടോ. അത്രയും പറഞ്ഞ് അവരുടെ കവിളിലായി ഒന്ന് അമർത്തി ചുംബിച്ച് അവൾ തൻ്റെ കാറിൽ പുറത്തേക്ക് ഇറങ്ങി. ചെമ്പകശ്ശേരി തറവാട്ടിൽ നിന്നും മൃദുലയുടെ കാറ് പുറത്തേക്ക് ഇറങ്ങിയതും അവളെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ബ്ലാക്ക് സ്കോർപ്പിയോ ആ കാറിൻ്റെ പുറകെയായി ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. ഈ സമയം രാധിക ചുമരിലായി കുത്തിവെച്ച മൃദുലയുടെ ഫോട്ടോയ്ക്ക് നേർക്ക് റെഡ് മാർക്ക് കൊണ്ട് 2 വര വരച്ച്. ക്ഷീണം വല്ലാതെ മൃദുലയെ തളർത്തിയിരുന്നു. വായിൽ ഉമിനീരെല്ലാം വറ്റി ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി അവൾ 4 പാടൊന്ന് നോക്കി. ഒരേ സമയം അവൾ കുടിവെള്ളത്തിന് വേണ്ടി ആ മുറി മുഴുവൻ പരതുമ്പോൾ അവളുടെ കണ്ണുകൾ അവിടെയെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതെവിടെയാണ് സ്ഥലം? തറവാട്ടിൽ നിന്ന് ഇറങ്ങി അല്പദൂരം പിന്നിട്ടും പെട്ടെന്നായിരുന്നു കാറ് കുറുകെ വന്ന് നിർത്തിയതും അതിൽ നിന്ന് മുഖംമൂടി ധരിച്ച് കുറച്ച് പേര് വന്ന് എന്നെ പിടിച്ചു വലിച്ച് അവരുടെ കാറിൽ കയറ്റിയതും. ഒച്ച വെച്ചപ്പോൾ എന്തോന്നും തന്നെ മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് മാത്രമാണ് തനിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൃദുല ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയം എന്ന വികാരം അവളെ വല്ലാതെ തളർത്തിയിരുന്നു. മഹേഷിൻ്റെ മുഖവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖവും അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു. ഭയന്നിട്ട് അവളുടെ ഇരുകണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്തിനായിരിക്കും തന്നെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്ന്? എന്തായിരിക്കും അവരുടെ മോട്ടീവ്? ഇനി ചിലപ്പോൾ മഹേഷിൻ്റെ പല ശത്രുക്കളും. ഒന്ന് ശ്വാസം എടുക്കാൻ പോലും മറന്നു ഭയത്തോടെ മൃദുല തൻ്റെ ചെയറിലിരുന്നുകൊണ്ട് ചുറ്റുപാടും നോക്കി. തന്നെ കെട്ടിയിട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ മുറി മുഴുവൻ നടന്നുകൊണ്ട് അവളൊന്ന് വീക്ഷിച്ചു. ഇരുമ്പിൻ്റെ ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി. പുറകുവശം മുഴുവൻ കാടാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നിടക്കുന്ന വനപ്രദേശം നോക്കിക്കൊണ്ട് മൃദുല കണ്ണീർ പൊഴിച്ച് അവിടെ തന്നെ നിന്നു. തനിക്ക് രക്ഷപ്പെടാനൊരു മാർഗവും മുന്നിൽ തെളിയുന്നില്ലല്ലോ എന്ന് കണ്ട മൃദുലയുടെ കണ്ണുകൾ ഇടതടവില്ലാതെ കണ്ണീർ പൊഴിച്ചുകൊണ്ടേയിരുന്നു. എടാ ഡെവി, ആദ്യം വരാന്നാളെ പറഞ്ഞ മക്കളെ ഹോസ്പിറ്റലിൽ കാണിക്കാം, എന്നിട്ടിപ്പോൾ നീ എന്താ വന്ന്? വല്യമ്മച്ചി ഡെവിയോട് ചോദിച്ചു. അത് പിന്നെ വല്യമ്മച്ചി, ആദ്യത്തിന് വരാൻ കഴിഞ്ഞില്ല. മീറ്റിങ്ങിന് വരേണ്ട ഒരു ഫോറിനേഴ്സാണ്, അവർ വരാൻ നേരം വൈകി. അപ്പോൾ അവരെ മുഷിപ്പിക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് അവൻ എന്നെ പറഞ്ഞു വിട്ട്. എല്ലാവരും റെഡിയാ സ്ഥിതിക്ക് നമുക്ക് ഇറങ്ങാം അല്ലേ? ആ, ടീന പുഞ്ചിരിച്ചുകൊണ്ട് ഡെവിയോട് പറഞ്ഞു. ടീനയുടെ കൈ പിടിച്ച് ഡെവിയും പാർവതിയുടെ കൈ പിടിച്ച് ആലീസും ഇരുവരെയും കാറിലേക്ക് കയറ്റിയിരുത്തി. അമ്മച്ചി, അടങ്ങിയിരിക്കണം കേട്ടോ, അടുക്കളയിട്ടൊന്നും പോകരുത്, ഞങ്ങൾ പോയച്ചും വരാം, ആലീസ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹോ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എൻ്റെ മരുമകളെ, ഇവിടെ തന്നെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം. വല്യമ്മച്ചി ആലീസിനെ പുച്ഛിച്ചുകൊണ്ട് മുഖം വീർപ്പിച്ച് സോഫയിലായിട്ടിരുന്നു. ഇത് കണ്ട ടീനയും പാർവതിയും അറിയാതെ ചിരിച്ചു പോയി. പിന്നീട് അവരെല്ലാവരും വല്യമ്മച്ചിയോട് യാത്ര പറഞ്ഞുകൊണ്ട് കാറിൽ കയറി. ഒപ്പം ഒന്ന് തലയാട്ടി പുഞ്ചിരിച്ചുകൊണ്ട് വല്യമ്മച്ചിയെ നോക്കി ഡെവിയും ആ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും ആ കാർ കുരിശിങ്കൽ തറവാട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം ടീനയും പാർവതിയും സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇടയിൽ ആലീസ് അമ്മച്ചി അവരോട് എന്തൊക്കെയോ സന്തോഷത്താൽ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് കാറിൻ്റെ നിയന്ത്രണം വിട്ടുപോയത്. ഡെവി എങ്ങനെയോ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി.
ടീനയും പാർവതിയും സത്യത്തിൽ ഭയന്നുപോയി. അവർ തങ്ങളുടെ വയറിൽ ഭദ്രമായി കൈ ചേർത്ത് പിടിച്ച് അല്പസമയം കണ്ണുകൾ അടച്ചിരുന്നു. ഡേവിയുടെയും ആലീസമ്മയുടെ അവസ്ഥയും മറിച്ചില്ലായിരുന്നു. ഒരു നിമിഷം അവരെല്ലാവരും ഭയന്നു എന്ന് അവരുടെ എല്ലാവരുടെയും മുഖം കണ്ടാൽ തന്നെ അറിയാം. എന്നതാ ഡേവി ഇത്? സൂക്ഷിച്ച് വേണ്ട ഡ്രൈവ് ചെയ്യാൻ. എന്നതാ പറ്റിയത് വണ്ടിക്ക്? ആലീസമ്മച്ചി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഡേവിയോടായി ചോദിച്ചു. എനിക്കറിയില്ല അമ്മച്ചി, പെട്ടെന്ന് എന്തോ പറ്റിയതാ. നിങ്ങളെന്തായാലും വണ്ടിയിലിരിക്കുക, ഞാനൊന്ന് ഇറങ്ങി നോട്ടെ. അത്രയും പറഞ്ഞ ഡേവി കാറിൽ നിന്നിറങ്ങി തൻ്റെ കാറിൻ്റെ ടയറുകളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് മുന്നിലത്തെ കാറിൻ്റെ ടയറുകൾക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ടതും അവൻ പുറകിലേക്ക് ചെന്ന് നോക്കി. നോക്കുമ്പോൾ ടയർ പഞ്ചറാണ്. പുറകിലെ വീലിന് കാലുകൊണ്ട് ശക്തമായിട്ടൊരു ചവിട്ടി അവൻ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയതും പിന്നീടെന്തോ സംശയം തോന്നി ഡേവി കുനിയിരുന്നുകൊണ്ട് ആ ടയറിലേക്കൊന്ന് സൂക്ഷിച്ച് നോക്കി. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലായി ആരോ മനഃപൂർവ്വം അള്ളുവെച്ചതാണെന്ന്. ഒരു നിമിഷം ഡേവിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവൻ്റെ തലക്ക് വല്ലാത്ത വേദന തോന്നി. കണ്ണുകളെല്ലാം അടഞ്ഞു പോകുന്നു, തലയെല്ലാം മരവിക്കുന്ന പോലെ. യാതൊരു പ്രകോപനവും ഇല്ലാതെ തന്നെ ആരാണ് അടിച്ചതെന്നറിയാൻ വേണ്ടി അവൻ തൻ്റെ കൈകൾ തലക്ക് പുറകിലായി വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയെങ്കിലും അതിനു മുന്നേ തന്നെ ഡേവി ബോധം മറിഞ്ഞ് നിലത്തേക്ക് വീണിരുന്നു. അയ്യോ മോനെ ഡേവി, ചേട്ടായി! മുന്നിലെ കാഴ്ച കണ്ട 3 സ്ത്രീകൾ അലറിക്കൊണ്ട് അവൻ്റെ പേര് വിളിച്ച് പൊട്ടിക്കരഞ്ഞുപോയി. തൻ്റെ പൊന്നുമോൻ ബോധമില്ലാതെ നിലത്തെടുക്കുന്ന കണ്ട ആലീസ് ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിയവർ ഡേവിയുടെ അടുക്കിലേക്ക് ചെല്ലാനൊരുങ്ങി. പെട്ടെന്നാണ് ആലീസിന്റെ മുമ്പിലേക്ക് നേരത്തെ ഡേവി അടിച്ചാൻ മുഖം മറച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വന്നു നിന്നത്. മുഖം മറച്ചുകൊണ്ട് തന്നെ അവനെ ശരിക്കും കാണാൻ ആലീസിന് സാധിക്കുന്നില്ലായിരുന്നു. അവർ ഭയത്തോടെ ആ ഗുണ്ടയെ തന്നെ നോക്കി നിൽക്കുന്ന അതേ സമയം തന്നെ അവൻ ആലീസിനെ പിടിച്ച ഒരൊറ്റ തള്ളായിരുന്നു. ശക്തമായ ഗുണ്ടയുടെ തള്ളലിൽ ആലീസ് മുഖമടച്ച് തൊട്ടുമുമ്പിൽ കാണുന്ന കരിങ്കല്ലിന്റെ മുകളിലേക്ക് വീണുപോയി. അവരുടെ തല കല്ലിലിടിച്ച് ചോര കിനിഞ്ഞിറങ്ങി. അതിനോടൊപ്പം തന്നെ അവർ ബോധം മറഞ്ഞ് ആ വെറും നിലത്ത് കിടന്നുപോയി. പെട്ടെന്നായിരുന്നു ഇതെല്ലാം നടന്ന്. അതുകൊണ്ട് തന്നെ ടീനയും പാർവതിയും വല്ലാതെ ഭയന്നു പോയിരുന്നു. അവർക്കൊന്ന് പ്രതികരിക്കാൻ സമയം കൊടുക്കുന്നതിന് മുന്നേ തന്നെ 2 വശത്തു നിന്ന് ഡോർ തുറന്ന് 2 ഗുണ്ടകൾ വന്ന് ഇരുവരെയും പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കി. പറഞ്ഞ് 2 പേരും കരഞ്ഞുകൊണ്ട് ഗുണ്ടകളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞതു. ഗുണ്ടകൾ ഇരുവരുടെയും കൈകൾ കൂട്ടിപ്പിടിച്ച് പാൻറിന്റെ പുറകിലായി വെച്ചിരുന്ന സ്പ്രേ എടുത്ത് ഇരുവരുടെയും മുഖത്തേക്ക് അടിച്ചു. അപ്പോൾ തന്നെ 2 പേരും ബോധം മറിഞ്ഞ് അവരുടെ കൈക്കുള്ളിലേക്ക് വീണുപോയി. ഓഫീസിൽ നിന്ന് ഫോൺ വന്നു. ആദം അത് അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചു. മറുതലക്കിൽ നിന്നുള്ള വാർത്ത കേട്ട് അവൻ ഇടിവെട്ടേറ്റ് പോലെ നിന്നുപോയി. ഇതേ സമയം ചെമ്പകശ്ശേരി തറവാട്ടിൽ അമ്മ ഇതെന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞല്ലേ രാധിക തനിച്ച് എവിടേക്കും വിടരുതെന്ന്. എന്താ ഇവിടെ സംഭവിച്ച്? മഹേഷ് പരിഭ്രമത്തോടെ തന്റെ അമ്മയോടും തറവാട്ടിലുള്ള ബാക്കി അങ്ങളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് പിന്നെ മോനെ, മൃദുലയുടെ ഒരു കൂട്ടുകായിട്ട് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയത് എൻ്റെ കുട്ടി. പക്ഷെ പോയിട്ട് ഇപ്പോൾ ഏറെക്കുറെ സമയമായി, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അത് കണ്ടതും എനിക്കെന്തോ ഭയം തോന്നി. അവൾ വിളിച്ചിട്ടാണ് ഈ ഫോൺ സ്വിച്ച് ഓഫ്. അതാ പിന്നെ അമ്മ നിന്നെ വിളിച്ച്. മഹേഷിന്റെ അമ്മ പറയുന്ന കേട്ടതും മഹേഷിന് തന്നെ തല പിരിക്കുന്ന പോലെ തോന്നി. എങ്ങോട്ടായിരിക്കും മൃദുല പോയിട്ടുണ്ടാവുക? പെട്ടെന്നാണ് മഹേഷിന് രാധികയുടെ മുഖം ഓർമ്മ വന്ന്. ഇനി അവളായിരിക്കോ മൃദുലയെ അപായപ്പെടുത്തിയത്? ഓരോന്ന് ഓർക്കുന്നവരും മഹേഷിന് തൻ്റെ സമനില തെറ്റുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് മഹേഷിന്റെ മൊബൈലിലേക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വന്നു. ആദ്യമൊന്നും സംശയിച്ചെങ്കിലും മഹേഷ് വേഗം ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഹലോ, ഹായ് ഏട്ടാ. ഓ സോറി. ഹായ് മിസ്റ്റർ മഹേഷ്, സുഖമാണോ? മഹേഷിനെ പുച്ഛിച്ചുകൊണ്ട് രാധിക ചോദിച്ചു. രാധിക? ആഹാ, അപ്പൊ എന്റെ പേരൊന്നും മഹേഷ് മറന്നിട്ടില്ല അല്ലേ? എന്തുപറ്റി? ഭാര്യയെ കാണാത്തോണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. നിന്റെ കോലച്ചിരി. മഹേഷിന്റെ അലർച്ചയിൽ ചെമ്പകശ്ശേരി തറവാട് പോലും കിടുങ്ങിപ്പോയി. രാധിക, എന്റെ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചാ നിനക്ക് ശരിക്കും അറിയാവുന്നല്ലേ ഈ മഹേഷിനെ? വെറുതെ വിട്ടാ തന്നെയാണ്. എന്റെ ഈ കൈ കൊണ്ട് തന്നെ നിന്നെ കൊല്ലാനുള്ള അവസ്ഥ നീയായിട്ട് ഉണ്ടാക്കി വെക്കരുത്. നീ എവിടേക്കാളെ കൊണ്ടുപോയത്? എവിടേക്കാണെങ്കിലും തിരിച്ച് ഇപ്പൊ തന്നെ അവളെ എൻ്റെ അടുക്കലേക്ക് എത്തിച്ചിരിക്കണം. മഹേഷ് ദേഷ്യം കൊണ്ട് മുറുകിയ മുഖത്തോടെ രാധികയോട് പറഞ്ഞു. എന്റെ ചെവി. നിങ്ങൾ പറയുമ്പോഴേക്ക് നിങ്ങളുടെ ഭാര്യ വിട്ടേക്കാനല്ല അവളെ ഞാൻ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്നു. പിന്നെ അവളെ മാത്രമല്ല കേട്ടോ. രാധിക എന്തോ വീണ്ടും പറയാനൊരുങ്ങുമ്പോഴാണ് മനു ചെമ്പകശ്ശേരി തറവാടിന്റെ മുമ്പിലേക്ക് അതിവേഗത്തിൽ കാർ കൊണ്ട് നിർത്തിയിരുന്നു. അതിൽ നിന്ന് ഓടിയിറങ്ങി പരിഭ്രമത്തോടെ മഹേഷിന്റെ മുമ്പിലേക്കായി വന്നു നിന്നത്. ഏട്ടനറിഞ്ഞില്ലേ, കുരിശിങ്കൽ തറവാട്ടിൽ നിന്ന് ടീനയും പാർവതിയും ആരോ തട്ടിക്കൊണ്ടുപോയി. അത് ചിലപ്പോൾ ഇനി രാധിക. മനു ബാക്കി പറയാതെ വല്ലാത്തൊരു ഭയത്തോടെ മഹേഷിനെ നോക്കിയിരുന്നു. ഈ സമയം അവന്റെ ഫോണിലൂടെ മനു പറയുന്ന കേട്ട് രാധിക പൊട്ടിച്ചിരിച്ചു. കുറച്ചിരി. സത്യാണോ മനു പറഞ്ഞു? സത്യാണോ? നീ എന്റെ സഹോദരിമാരെ പിടിച്ചുകൊണ്ടുപോയോ? സഹോദരിമാരോ? കൊള്ളാലോ ആ പ്രയോഗം. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ മിസ്റ്റർ മഹേഷ്, അവർ 3 പേരും ഇപ്പം എൻ്റെ കസ്റ്റഡിയായുള്ളത്. രാധിക, തീ കൊള്ളിക്കൊണ്ടാ നീ തലച്ചൊറിയുന്നത്. വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട.
മരണം അത് നിന്റെ മുമ്പിൽ എത്തിത്തുടങ്ങാനുള്ള സമയമായതുകൊണ്ടാ നിനക്ക് ഈ വേണ്ടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഇനിയും നീ നിന്റെ വാശിയും വൈരാഗ്യം കൊണ്ട് നടന്നാ പിന്നെ നീ നാളത്തെ സൂര്യോദയം കാണില്ല. ആദം ഒരുമ്പെട്ട് ഇറങ്ങിയാൽ നിനക്കറിയാലോ. വേണ്ടാതെ പടുമരണം വാങ്ങിച്ച് കൂട്ടേണ്ട നീ. ഇപ്പൊ തന്നെ അവരെ 3 പേര് റിലീസ് ചെയ്യും. തന്റെ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് രാധികയോടായി മഹേഷ് പറഞ്ഞു. അങ്ങനെ തോറ്റുകൊടുക്കാനല്ലോ മഹേഷേട്ടാ ഞാനിപ്പോൾ ഈ കളി കളിക്കുന്നത്. ഇതെൻ്റെ അവസാനത്തെ കളിയാണ്. ഇതിലകത്ത് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ രാധയ്ക്ക് പിന്നെ ഒരു ജീവിതമില്ല. ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എൻ്റെ ഒപ്പം ആദവും ഉണ്ടാവും. ഒന്നിനും സാധിച്ചില്ലെങ്കിൽ അവൻ്റെ പെണ്ണിനെയും വയറ്റി കിടക്കുന്ന ആ വിത്തിനെയും ഞാനങ്ങ് കൊന്നുകളയും. ഒപ്പം തൻ്റെ പെണ്ണിനെയും ആ ടീനായി എന്ന് പറയുന്നവളെയും. ഈ രാധികയുടെ നേരെ കൈ ഉയർത്തിയവളും നാവ് ഉയർത്തിയവളൊന്നും ജീവനോടെ ഇരിക്കാൻ പാടില്ല. സമ്മതിക്കില്ല ഞാൻ. വിറച്ചുകൊണ്ട് കണ്ണുകളെല്ലാം രക്തവർണ്ണമാക്കി രാധിക പറഞ്ഞു. കാത്തിരുന്നോ രാധിക, നീ നിന്റെ അന്ത്യത്തിനുള്ള സമയമെടുത്തരി. നിനക്കറിയാലോ മഹേഷിനെ വരുന്നുണ്ടടി. നിന്നെ ഞാൻ നേർ കാണാൻ. എന്നെനിക്കൊന്ന് കാണല്ലോ. ഈ രാധികയുടെ താവള എവിടെയാണെന്ന് മഷിയിട്ട് നോക്കിയാൽ പോലും മഹേഷിനും ആദ്യനും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഇനി മഹേഷിൻ്റെ ഭാര്യയാണെങ്കിൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. അല്പം കൗശലത്തോടെ രാധിക മഹേഷിനോട് പറഞ്ഞു. എന്തുപകാരം? തൻ്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് മഹേഷ് അവളോട് ചോദിച്ചു. എനിക്ക് ആദത്തിനെ വേണം. ഞാൻ പറയുന്നിടത്ത് അവനെത്തിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയും കൊണ്ട് പോവാം. എന്തു പറയുന്നു? സമ്മതം. മറ്റൊന്നും ചിന്തിക്കാതെ അവളോട് പറഞ്ഞു മഹേഷ്. ഓക്കെ. അല്ലെങ്കിൽ എനിക്കറിയാം മഹേഷിൻ്റെ കാര്യം മാത്രം നടക്കുന്നുള്ള സത്യം എനിക്ക് മാത്രമല്ലേ അറിയൂ. ഞാനറിയുന്ന പോലെ ആരും മഹേഷിൻ്റെ അറിഞ്ഞിട്ടില്ലല്ലോ. അവളൊന്ന് പുച്ഛിച്ചുകൊണ്ട് മഹേഷിനോട് പറഞ്ഞു. നീ കൂടുതൽ ഫിലോസഫി അടിക്കാതെ നീ എവിടെയാണെന്നെ ലൊക്കേഷൻ അയച്ചാ എങ്കിൽ മാത്രമേ എനിക്ക് ആദ്യം കൂടെ അവിടേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഞാനെന്താ പൊട്ടിയാണെന്നാണോ മഹേഷേട്ടൻ കരുതിയത്? അത്രയ്ക്ക് വലിയ മഹാമണ്ഡത്തിലൊന്നും ഈ രാധിക കാണിക്കില്ല. ഞാനൊരു വണ്ടി അയച്ചിട്ടുണ്ട്. അധികം വൈകാതെ ചെമ്പശ്ശേരി തറവാട്ടിലെത്തും. അയാളുടെ കൂടെ കയറി ഏത് വിധേനയും ആത്തേയും കൊണ്ട് പുറപ്പെട്ടുള്ളൂ. പോകുന്ന വഴിയിൽ വെച്ച് ഞാൻ ലൊക്കേഷൻ അയച്ചിരുന്നായിരിക്കും. അവിടേക്ക് ആത്തേയും കൊണ്ട് വന്നാൽ മതി. അത്രയും പറഞ്ഞ് മഹേഷിൻ്റെ മറുപടി കാത്തിൽക്കാതെ രാധിക ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തുകൊണ്ട് മഹേഷ് മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു തൂണിൽ ചാരി മുറുകിയ മുഖത്തോടെ ഇരിക്കുന്ന ആദത്തിനെ. കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ ആദ്യകാലങ്ങളിൽ ഒരുപാട് മനോഹരമായ കഥകൾ നമുക്ക് സമ്മാനിച്ച ജാസ്മിൻ ഷിഹാസ് എഴുതുന്ന മംഗല്യ സൂത്രം എന്ന പുതിയ കഥ, മനോഹരമായ കഥ ആരംഭിക്കുന്നതാണ്.